ഇവന്മാർക്കൊന്നും ഒരു ജോലി ഇല്ലല്ലേടാ. ചേട്ടാ 2 ചായ. കടി എന്തോ ഉണ്ട്? കടി പരിപ്പുവട, ഉഴുന്നുവട. നിനക്ക് എന്തോടാ വേണ്ടേ? ഒരു പരിപ്പുവട, ഒരു ഉഴുന്നുവട കേട്ടോ. ഹലോ. 5 ലക്ഷം രൂപയല്ലേ തരാനുള്ളൂ. ഞാൻ തന്നോളാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്കറിയാമല്ലോ. പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? മറക്കല്ലേ. അവിടല്ലേ പരിപ്പാട് ഒരു ചായ. പുള്ളി എന്താ ഇതിൽ കുഴപ്പമുണ്ട്? ഓ അത് ശ്രദ്ധിക്കണ്ട, തലക്ക് ഇച്ചിരി കുഴപ്പമുള്ളൂ. പുള്ളിയെ കണ്ടോണ്ട രാവിലെ ഇറങ്ങിയത്. ഒരു കാര്യം നടക്കുന്നില്ല ഇന്നത്തെ ദിവസം. വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു ചായ കൊടുക്കണ്ടേ? പിന്നെ ശല്യമാകും. കുടിച്ചിട്ട് വേറെ സ്ഥലം വിടണം. ഇവിടെ ഇരിക്കരുത്. ഇനി ഇതിനൊക്കെ ആരാ ചായ മേടിച്ചു കൊടുക്കുന്നത്? അത് ഞാനായിട്ട് വാങ്ങിച്ചു കൊടുത്തല്ലേ. പറഞ്ഞേ എന്തായാലും വിളിക്കുന്നത്? എന്തോ ചെയ്യുന്നത്? എന്താ പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്? പുള്ളിക്കാരൻ അങ്ങനാ. ചായ വട എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ജോലി ചെയ്തിട്ടേ പുള്ളി പോകും. ജോലി ചെയ്യാത്ത ചില ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മളെയാണോ പുള്ളി പറയുന്നത്? നമ്മളെ ഉദ്ദേശിച്ചോല്ലോ ആണോ? എന്നെ ഇപ്പൊ കാണിക്കരാ. ചേട്ടാ എത്ര ആയിരുന്നു ചേട്ടാ? ഒരു ചായ, 2 ചായ 2 വട. അതെ 40 രൂപ. അതും കൂടെ പറ്റില്ലെഴുതിക്കും കേട്ടോ. എടാ പറ്റ് കുറയായി. വീടല്ലേ അങ്ങനെയുണ്ട് ചേട്ടാ. കാലിന് വേദനയുണ്ട്. ആ ചേട്ടൻ രക്ഷിച്ചത് കൊണ്ടാ. ഏതാ ആ ചേട്ടനാണോ? ചേട്ടൻ ചേട്ടാന്നൊക്കെ വിളിക്കാൻ അറിയാല്ലേ? അന്ന് ചായക്കട വെച്ച് ചേട്ടൻ എന്തായിരുന്നു പറഞ്ഞ്? പുള്ളിയെ കണ്ടിട്ട് ഇറങ്ങിയാൽ അന്നത്തെ ദിവസം പോക്കാന്നല്ലേ. ഇപ്പൊ പുള്ളിയെ ഉള്ളായിരുന്നു വീണപ്പോന്ന് രക്ഷിക്കാൻ. പിന്നെ ഒരാളുടെ വേഷം കണ്ടുകൊണ്ടേ ഒരിക്കലും ഒരാളെ വിലയിരുത്തരുത്. ക്ഷമിക്കണം ചേട്ടാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. വീണ് കിടന്നപ്പോ പുള്ളിയെ ഉള്ളായിരുന്നു രക്ഷിക്കാൻ, വേറെ ആരും ഇല്ലായിരുന്നു.